بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1590 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. صدق الله العلي العظيم. സൂറത്ത് സുമറിന്റെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഈ 3 ആയത്തുകൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. പ്രാഥമികമായിട്ട് ഈ സൂറത്തിലെ ഈ 3 ആയത്തുകൾ നൽകുന്ന അർത്ഥസൂചനകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 75 ആയത്തുകൾ അടങ്ങിയ മക്കയില് ഹിജ്റയുടെ എത്യോപ്യയിലേക്കുള്ള ഹിജ്റയുടെ തൊട്ടു മുമ്പായി അവതരിച്ച ഈ സൂറത്തിന്റെ ആശയപരമായ ഉള്ളടക്കത്തിനൊരു ആമുഖം എന്ന നിലക്കാണ് ഈ തുടക്കത്തിലുള്ള ആയത്തുകൾ എന്ന് കാണാൻ കഴിയും. 1-ാമത്തെ ആയത്ത് തന്നെ അതിന്റെ ഒരു സൂറത്തിന്റെ മൊത്തം പ്രതിപാദ്യത്തിനുള്ള ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു തുടക്കമിടൽ എന്ന നിലക്ക് അതിനെ നമുക്ക് മനസ്സിലാക്കാം. ആ നിലക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലാണ് ഈ ആയത്ത് ഉള്ളത്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്നതാണ് 1-ാമത്തെ ആയത്ത്. എന്താണ് ഈ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക വെളിപ്പാടുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, യുക്തിജ്ഞനും അജയ്യനുമായ അല്ലാഹുവിൽ നിന്നുള്ള അവതരണമായ വേദഗ്രന്ഥമാണിത് എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം. അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അല്ലാഹു അജയ്യനാണ്, അല്ലാഹു യുക്തിജ്ഞനാണ്. അപ്പൊ അല്ലാഹുവിന്റെ അജയ്യതയുടെയും യുക്തിജ്ഞതയുടെയും ഒക്കെ ഭാഗമായിട്ട് അല്ലാഹു അവതരിപ്പിക്കുന്ന ഒരു ദൈവിക വേദഗ്രന്ഥമാണിത്. അത് അല്ലാഹുവിൽ നിന്നായി മനുഷ്യരാശിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്നതാണ്.
എന്ന ഒരു സൂചനയാണ് തൻസീൽ എന്ന പദം നൽകുന്നത്. അപ്പൊ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും സംസാരം കേൾപ്പിക്കുന്ന വിധത്തിലുള്ളതല്ല. ഈ കേൾപ്പിക്കപ്പെടുന്ന വചനങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വന്തമായിട്ടുള്ള യാതൊന്നുമില്ല. ഇത് അജയ്യനും യുക്തിജ്ഞനുമായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അവതരണമാണ്. അള്ളാഹു അവതരിപ്പിക്കുന്ന വേദ വെളിപ്പാടുകളാണ് എന്നതാണ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യം. അതിനുള്ള അധികാരവും അതിനുള്ള ന്യായമായ അർഹതയും ഒക്കെയുള്ളത് അള്ളാഹുവിനാണ്. അവൻ അസീസാണ്. അതേപോലെ ഈ അവതരിപ്പിക്കപ്പെടുന്ന കാര്യം മനുഷ്യന്റെ ജീവിതവും അന്വേഷണവും ഭാഗധേയവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും യുക്തിപരമായ ഒരു അടിത്തറയാണ് താൻ. ആ നിലക്കൊക്കെയാണ് ഇത് സൂചിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ, നിശ്ചയമായിട്ടും നാം നിന്നിലേക്ക് ഈ കിതാബ് അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് ബിൽ ഹഖ്, സത്യാധിഷ്ഠിതമായിക്കൊണ്ടാണ്. സത്യമാണ് അതിന്റെ അടിത്തറ. മിഥ്യയോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ എന്തെങ്കിലും ദർശനമോ ആലോചനയോ ഒന്നുമല്ല. യാഥാർത്ഥ്യമാണ് ഇതിന്റെ അടിത്തറ. പരമാർത്ഥമായ സത്യമാണ് ഈ അവതരിപ്പിക്കപ്പെടുന്ന വേദഗ്രന്ഥത്തിന്റെ അടിത്തറയായിട്ടുള്ളത്. അത് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതില് അസ്വീകാര്യമായതോ അല്ലെങ്കിൽ അടിത്തറയില്ലാത്തതോ അടിസ്ഥാനരഹിതമായതോ ആയ യാതൊന്നും കാണാൻ സാധ്യമല്ല. അത് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥമാണ്. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ആ ഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിന്റെ തുടർച്ചയായിട്ട് മുഴുവൻ മനുഷ്യർക്കുമായിട്ട് ആ നിർദ്ദേശം ഇതാണ്: അജയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹുവിന്റെ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മാർഗദർശനം എന്ന നിലക്ക് സത്യാധിഷ്ഠിതമായി അവതരിപ്പിക്കപ്പെടുന്ന ഈ വേദഗ്രന്ഥം, ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന നിർദ്ദേശം ഇതാണ്: ഫഅ്ബുദില്ലാഹ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് വിധേയപ്പെട്ടവരാവുക, അള്ളാഹുവിന് അടിമപ്പെട്ടവരാവുക. അത് ഒന്നാമത്തെ നിർദ്ദേശം. അവന് മാത്രം അടിമപ്പെട്ടവരാവുക എന്നതാണ് തുടർന്ന് പറയുന്ന കാര്യം. മുഖ്ലിസൻ ലഹുദ്ദീൻ, വിധേയപ്പെടല്, അനുസരണം, കീഴ്പ്പെടലൊക്കെ തന്നെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂസീവായിട്ടും അവനായിരിക്കുകയും വേണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. ഒന്ന്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിന് അടിമപ്പെടുക, അള്ളാഹുവിന്റെ അബ്ദാവുക. ഒന്നതാണ്. രണ്ടാമത്തത്, അത് ആ സംഗതി നിർവഹിക്കപ്പെടുന്നത് പൂർണ്ണമായിട്ടും വിധേയപ്പെടല്, അനുസരണമൊക്കെ അള്ളാഹുവിനായി കൊണ്ടുവേണം എന്നതാണ്. അള്ളാഹുവിന് അടിമപ്പെടുക എന്നതോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതോ ഒരു ഭാഗികമായ ഒരു സമർപ്പണം എന്ന നിലക്ക് അള്ളാഹു അംഗീകരിക്കുകയില്ല. അള്ളാഹു അത് അംഗീകരിക്കുന്നത് വിധേയപ്പെടലും അതുപോലെ സമർപ്പണവും ഒക്കെ അനുസരണവും ഒക്കെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂസീവായിട്ട് അള്ളാഹുവിന് ആകുമ്പോഴാണ്. ഇന്നല്ലാഹു തആല ലാ യഖ്ബലു ഇല്ലാ മൻ അഖ്ലസ ലഹു എന്ന് ഒരു അറിയപ്പെടുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. നിശ്ചയമായിട്ടും അള്ളാഹു ഒരാളിൽ നിന്നും സമർപ്പണം പൂർണ്ണമായിട്ട് അള്ളാഹുവിനായിട്ടുള്ളതല്ലാത്ത യാതൊന്നും സ്വീകരിക്കുകയില്ല എന്നാണ് ആ ഹദീസ് പറയുന്നത്. ഇന്നല്ലാഹ തആല ലാ യഖ്ബലു, നിശ്ചയമായിട്ടും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല, ഇല്ലാ മൻ അഖ്ലസ ലഹു,
പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണം നടത്തുന്ന ആളിൽ നിന്നല്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം മറ്റ് പലരെയും ആരാധ്യൻ എന്ന നിലയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആണ് അള്ളാഹുവിനെ ആരെങ്കിലും സമീപിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്നതാണ് ആ ഹദീസിൽ ഈ ആയത്തിനുള്ള വിശദീകരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് സത്യാധിഷ്ഠിതമായി, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്, എല്ലാ അർത്ഥത്തിലും സത്യത്തിനെ അടിത്തറയാക്കിക്കൊണ്ടാണ് അള്ളാഹു ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തേട്ടം, അതിന്റെ വളരെ മൗലികമായ അടിസ്ഥാനപരമായ തേട്ടം അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ്. അള്ളാഹുവിന്റെ അബ്ദാവുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാവുക എന്നതാണ് ഈ വേദഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. എന്നാൽ ഫഅ്ബുദില്ലാഹ എന്ന് പറഞ്ഞതിന് തുടർന്ന് അള്ളാഹു പറയുന്നത് മുഖ്ലിസൻ ലഹുദ്ദീൻ എന്നാണ്. ദീൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിനായിക്കൊണ്ട് വേണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ അടിമപ്പെടാൻ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഏർപ്പെടാൻ. യാതൊരു നിലക്കും വിധേയത്വം സൃഷ്ടാവായ അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റാർക്കെങ്കിലും കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കപ്പെടുന്നതല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് എന്നിട്ട് കുറച്ചുകൂടി തെളിമ വരുത്തിക്കൊണ്ട് പറയുന്ന കാര്യം, അറിയുക, അറിഞ്ഞുകൊള്ളുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമായിട്ടല്ല, എല്ലാവരോടും പൊതുവായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് പറയാൻ നിർദ്ദേശിക്കുന്ന വിധത്തിലാണ്. അലാ, അറിയുക, ലില്ലാഹി ദീനുൽ ഖാലിസ്, വിധേയപ്പെടല്, അനുസരണം, കീഴ്പ്പെടല് ഒക്കെ പൂർണ്ണമായിട്ടും അള്ളാഹുവിനായിട്ടാണ്, അള്ളാഹുവിനുള്ളതാണ്. അത് അള്ളാഹുവിനാണ് അർഹതപ്പെട്ടിരിക്കുന്നത്. അദ്ദീനുൽ ഖാലിസ്. ഇവിടെ ദീൻ എന്ന പദത്തിന് മതം എന്ന പരിമിതമായ അർത്ഥം നൽകുന്നത് ഈ സന്ദർഭത്തിനോ അല്ലെങ്കിൽ അത് നൽകുന്ന ആശയത്തിനോടോ ഒന്നും യോജിക്കുന്ന ഒരു സംഗതിയല്ല. മനുഷ്യന് അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് മേഖലയിലും പ്രാഥമികമായി അവൻ വിധേയപ്പെടേണ്ടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥയോടാണ് എന്നതാണ് നൽകപ്പെടുന്ന സൂചന. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ദീൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിനുള്ളതാണ്, വിധേയപ്പെടല് പൂർണ്ണമായും അള്ളാഹുവിനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദീൻ എന്ന ആശയം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ സാധിക്കുകയില്ല എന്നതാണ് ആ കാര്യങ്ങൾ വിവരിക്കുന്ന ആയാത്തുകൾ വെളിപ്പെടുത്തുന്ന കാര്യം. പൂർണ്ണമായിട്ടും ജീവിതം, അത് നമ്മൾ പല സന്ദർഭങ്ങളിലും അതിന്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ നമസ്കാരത്തിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു വിശദീകരണമായിട്ടാണ് നമ്മളത് പറയുന്നത്. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ അനുഷ്ഠാനങ്ങൾ, വമഹിയായ, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല സംഗതികളും, വമമാതി, എന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയും തന്നെ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതാണ് എന്നതാണ് ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇവിടെ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് എന്നാണ് തുടർന്ന് പറഞ്ഞ കാര്യം. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, എന്നാൽ ഇതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകള് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാഇനെ സ്വീകരിക്കുന്ന രക്ഷാധികാരികളെയോ ആത്മമിത്രങ്ങളെയോ സംരക്ഷകരെയോ ഒക്കെ ആയിട്ട് വേറെ ആരെയെങ്കിലും കാണുന്ന ആളുകൾ, അത്തരം ആളുകള്
മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അവരെപ്പോഴും പറയാറുള്ള, അവരുടെ ആ നിലപാടിന് ന്യായമായിട്ട് പറയാറുള്ള കാര്യം ഇതാണ്: അള്ളാഹുവിന് പുറമെ ഔലിയാനെ സ്വീകരിക്കുന്ന ആളുകൾ ആ നടപടിക്ക്, അവരുടെ ആ ചെയ്തിക്കുള്ള ന്യായമായിട്ട് പറയുന്ന കാര്യം ഇതാണ്: മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ റബ്ബ് അള്ളാഹു തന്നെയാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഏറെ ചേർത്ത് നിർത്തുന്ന ഒരു സംഗതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവർക്ക് വിധേയപ്പെടുന്നതും അവരെ ഇബാദത്ത് ചെയ്യുന്നതും എന്നാണ് അള്ളാഹുവിനോടൊപ്പം ഔലിയാകളെ സ്വീകരിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം. ഈ ന്യായം പക്ഷേ അള്ളാഹു അംഗീകരിച്ച ന്യായമല്ല. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഉടനീളം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യം. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ പ്രവാചകന്മാരുടെ സമൂഹങ്ങളും വിശ്വാസപരമായ അധപ്പതനം അവരെ പിടികൂടുകയുണ്ടായത് ഈ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് വ്യതിചലനത്തിലേക്ക് പോവുക വഴിയാണ്. വിശുദ്ധ ഖുർആൻ വിവരിച്ച ധാരാളം സമൂഹങ്ങളുടെ ചരിത്രം നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് ഇതിനകം. അവരിലൊക്കെ തന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കാലത്തും അവരുടെ കാലശേഷവും ആ സമൂഹം വിശ്വാസപരമായ അധപ്പതനത്തിലേക്കും അതുപോലെ ജീർണതകളിലേക്കും ഒക്കെ കൂപ്പുകുത്തിയ സംഭവങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെ കാണാൻ കഴിയുക, അവര് അള്ളാഹുവിന് നൽകേണ്ട വിധേയത്വം പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു പ്രവണതയിലേക്ക് പോയപ്പോഴാണ് അവരിലൊക്കെയും അത്തരം അപചയത്തിന്റെയും അധപ്പതനത്തിന്റെയും ഒക്കെ ലക്ഷണങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയത്. സമാനമായ സ്വഭാവത്തിലുള്ള വ്യതിചലനവും അപചയവും അധപ്പതനവും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെയും പിടികൂടും. അങ്ങനെ പിടികൂടുന്നത് ഇതുപോലെയൊക്കെയുള്ള സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ ഈ പൂർവിക സമൂഹങ്ങളുടെ ചരിത്രം വിവരിച്ച് തന്നതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ ജാഗ്രത ആവശ്യമുള്ള ഒരു രംഗമാണിത്. പലപ്പോഴും ശീലിച്ചു വന്നിട്ടുള്ള പൂർവികരുടെ ആചാര രീതികളെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാര് അത് നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ശിർക്കല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നമല്ല, ഖുർആൻ വിലക്കിയിട്ടുള്ള ശിർക്കല്ല എന്ന വിധത്തിലൊക്കെ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വ്യതിചലനം ഉണ്ടാകുമോ ഇല്ലേ? അവര് അധപ്പതനത്തിലേക്ക്, വിശ്വാസപരമായ തകർച്ചയിലേക്കൊക്കെ ചെന്നുപെടാനിടയുണ്ടോ ഇല്ലേ? മറ്റ് പൂർവിക സമൂഹങ്ങളെ പോലെ അവർക്കും വിശ്വാസപരമായ അധപ്പതനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഏത് വഴികളിലൂടെയാണ് അത്തരം അപജയങ്ങൾ വരാൻ സാധ്യതയുള്ളതായിട്ട് ഖുർആൻ നൽകുന്ന സൂചന? ഏത് വിധത്തിലുള്ള ജീർണതയോ അല്ലെങ്കിൽ അധപ്പതനമോ ആണ് അവർക്ക് സംഭവിക്കുക എന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജാഗ്രതാപൂർവം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആംഗിളില് കാര്യത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പൂർവികരായ പലരും പിന്തുടർന്നു വന്നിരുന്ന ആചാരങ്ങളെയും ശീലങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിന് മുതിരുമ്പോൾ അതിൽ പതിയിരിക്കുന്ന വലിയ അപകടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സമുദായത്തിനകത്ത് ചിത്രത ഉണ്ടാക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു കാര്യമാക്കി സംഗതികളെ കുഴപ്പിക്കണം എന്ന് പറയുകയല്ല. എന്നാൽ വിശ്വാസപരമായ ആ ഇൻസുലാരിറ്റി ഇസ്ലാമിക സമൂഹത്തിന് വളരെ ഭദ്രമായി നിലനിർത്തുക എന്നത്
ഒരു ആദർശ സമൂഹം എന്ന നിലക്ക് അവർ നിലനിൽക്കണമെങ്കിൽ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഏത് ഭാഗം വായിച്ചാലും നമുക്ക് ഇത്തരം പരാമർശങ്ങളും വിഷയങ്ങളും വരുന്നത് കാണാൻ കഴിയും. എന്തിനാണ് ഇത്രയേറെ ഈ കാര്യങ്ങൾ, ഇതേ കാര്യം ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ എത്ര വലിയ ജാഗ്രത ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ഈ ആളുകള് അള്ളാഹുവിന് പുറമെ ഔലിയാഇനെ സ്വീകരിച്ച ആളുകൾ അവരുടെ ആ നടപടിക്കുള്ള ന്യായമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്: മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. നമ്മളൊക്കെ ദുർബലരായ പാവപ്പെട്ട സാധാരണ മനുഷ്യരല്ലേ? നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്ന് എത്ര ബഹുദൂരം അകലെയാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വലിയ ആത്മീയ പ്രഭാവമുള്ള വലിയ ഭക്തന്മാരും ദൈവിക സാമീപ്യം അനുഭവിച്ചവരുമൊക്കെയായ ആളുകൾ മുഖേനയല്ലാതെ നമുക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യായം കണ്ടുകൊണ്ടാണ് ഈ ആളുകൾ അള്ളാഹുവിനോടൊപ്പം മറ്റ് പല ഔലിയാകളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയും അവരിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് യോഗ്യതയുള്ള നല്ല മനുഷ്യരായ ആരോടും ആവശ്യപ്പെടാം, അതിനൊന്നും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരുന്ന ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബനൂ ഇസ്രായേൽ സമൂഹത്തില് ഇപ്പോ ഉദാഹരണത്തിന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാര് അവരുടെ പിതാവ് യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതല്ല ഇവിടെ വിഷയം. അത് ആർക്കും അങ്ങനെ തങ്ങൾക്ക് അള്ളാഹുവിനോട് സാമീപ്യമുള്ള തരം അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ആളുകളോട് നമ്മൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാനിടയുണ്ട് എന്ന് തോന്നുന്ന തരം ആളുകളോട് അങ്ങനെ ആവശ്യപ്പെടുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ നമ്മളെ ആരോടാണോ ആവശ്യപ്പെടുന്നത് അത്തരം ആളുകൾക്ക് വല്ല ദിവ്യത്വവും ഉണ്ട്, അവര് ജീവിച്ചിരിപ്പുള്ളപ്പോഴായാലും മരിച്ചു പോയതിന് ശേഷമായാലും നമുക്ക് വേണ്ടി അവർ ഇടപെടും, അവർക്ക് ഇടപെടാൻ കഴിയും എന്നൊക്കെയുള്ള നിലക്ക് അവരുടെ സഹായം തേടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടൊപ്പം ഔലിയാഇനെ കാണുന്ന, മറ്റുള്ളവരെ ഔലിയ ആയിട്ട് കാണുന്ന ഒരു പ്രവണത വെളിപ്പെടുത്തുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്ന കാര്യം, ഈ ആളുകൾ അള്ളാഹുവിന് പുറമെ ഔലിയ ആയിട്ട് മറ്റു പലരെയും സ്വീകരിക്കുന്നവര് അവര് അതിനുള്ള ന്യായമായിട്ട് പറയുന്ന ഈ സംഗതി, മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള സ്ഥാനം ഞങ്ങൾക്ക് നേടിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവർക്ക് വിധേയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നത്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്ന വിധത്തിലാണ് അവരതിനുള്ള ന്യായമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തില് മുസ്ലിം സമൂഹം നമ്മുടെ കാലഘട്ടത്തിലും വളരെ വലിയ ജാഗ്രത കാണിച്ചുകൊണ്ട് മാത്രമേ ഈ ഇത്തരം വിഷയങ്ങൾ അടങ്ങുന്ന കാര്യത്തിൽ ഒരു സമീപനം രൂപപ്പെടുത്താൻ പാടുള്ളൂ എന്നതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന വ്യക്തമായൊരു സൂചന. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ. തീർച്ചയായിട്ടും അള്ളാഹു ഇവർക്കിടയിൽ
ഏതൊക്കെ കാര്യങ്ങളിലാണോ അവർ ഭിന്നതയിലായി കഴിഞ്ഞിരുന്നത് അക്കാര്യങ്ങളിൽ നിശ്ചയമായിട്ടും തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എല്ലാ കാലങ്ങളിലും നടന്നിരുന്ന ഒരു വ്യതിചലന പ്രവണത, ആ വ്യതിചലന പ്രവണതയെ തിരുത്താൻ രംഗത്ത് വന്നിരുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ, സംഘർഷം ഈ രണ്ട് സംഗതികൾക്കിടയിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഔലിയാവിനെ വിളിച്ച് അവരിലൂടെ അവരിൽ ദിവ്യത്വം കണ്ടുകൊണ്ട് അവർക്ക് ഞങ്ങളെ അസാധാരണമായ വിധത്തിൽ സഹായിക്കാൻ കഴിയും എന്ന വിധത്തിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആ നിലക്ക് അവർക്ക് വിധേയപ്പെടുകയോ ചെയ്യുന്നത് ഒരു പ്രവണതയായി ഉടലെടുക്കുക എന്നതാണ് ഒന്നാമത്തത്. അത് തെറ്റാണ്, ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. അള്ളാഹു അങ്ങനെ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായിട്ടും വിധേയത്വവും കീഴ്പ്പെടലും അനുസരണവും ഒക്കെ അള്ളാഹുവിന് നൽകുന്ന അവസ്ഥയിലുള്ള ഇബാദത്ത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് തടയാൻ വേണ്ടി, അതിൽ നിന്ന് സമുദായത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചിലര് നടത്തുന്ന ഇടപെടലുകൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായ ഭിന്നതയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ചിലര് ഔലിയാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോ അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വിധേയത്വം കാണിക്കുന്നതോ ഒരു പ്രവണതയായിട്ട് അതിന് തുടക്കം കുറിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നവർ, അത് ഇസ്ലാം വിലക്കിയിട്ടുള്ള തെറ്റായ കാര്യമാണ്. ഒരിക്കലും മുസ്ലിം സമൂഹം അങ്ങനെയുള്ളതിലേക്ക് വ്യതിചലിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തുന്നവർ. ഈ രണ്ട് ആശയഗതിക്കാരും ഈ രണ്ട് വീക്ഷണഗതിക്കാരും അവര് പറയുന്ന കാര്യങ്ങൾക്കുള്ള ന്യായങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയല്ലോ. അതിൽ ഒന്നാമത്തെ വിഭാഗം അവരുടെ ന്യായമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്നത്. ആ ന്യായം അള്ളാഹു അംഗീകരിച്ചിട്ടില്ല എന്നതാണല്ലോ ഈ ആയത്ത് നൽകുന്ന സൂചന. പിന്നെ തർക്കത്തിന്റെ കാര്യം പറയുന്നു. അപ്പോ ആരാണ് ഈ തർക്കം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഒരൊറ്റ അഭിപ്രായത്തിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അവിടെ അതിനെ നേരിടുന്ന വിധത്തിലുള്ള ഒരു തർക്കമുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള ഇടപെടലുകൾ നേരത്തെ പ്രവാചകന്മാര് നടത്തിയിട്ടുണ്ട്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു നമ്മളെ കേൾപ്പിച്ച ആയത്തുകളിൽ അതിനുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, അള്ളാഹു ഖാലിസായിട്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അവന് ഇബാദത്ത് ചെയ്യേണ്ടത് അവന് മാത്രം വിധേയത്വം നൽകുന്നവരായിക്കൊണ്ടാണ് എന്ന കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഇതിനുള്ള കൗണ്ടർ ആർഗ്യുമെന്റ്. അത് വിശദീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിലെ ഉത്ബുദ്ധതയുള്ള ആളുകൾ അത്തരം പ്രവണതകൾക്ക് തടസ്സമാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വിഷയത്തിൽ ഈ ഭൗതിക ലോകത്ത് ഒരു തീരുമാനം ആവുകയില്ല എന്നൊരു സൂചനയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. മനുഷ്യരുടെ ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടിയുള്ള സമീപനത്തില് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ അവർക്കൊരു തീർപ്പിലെത്താൻ കഴിയുള്ളൂ. ഈ തർക്കം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന, അള്ളാഹു ഈ കാര്യത്തിൽ ഒരു വിധി പറയുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്നാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു, അല്ലെങ്കിൽ തുടർന്നുള്ള ഭാഗത്ത് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയമായിട്ടും ഇവർക്കിടയിൽ, ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, ഏത് കാര്യത്തിലാണ് അവര് ഭിന്നതയിലായിട്ടുണ്ടായിരുന്നത് ആ വിഷയത്തിൽ. അപ്പൊ അതില് ഒരു അന്വേഷിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തില് പാണ്ഡിത്യമുള്ള ആളുകൾ തന്നെ രണ്ടു പക്ഷത്തും അണിനിരക്കുന്നത് കാണുമ്പോൾ അതിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിനൊരു മാനദണ്ഡ ആവശ്യമുണ്ട്. ഈ വിധത്തിലുള്ള തർക്കങ്ങൾ ഈ വിഷയത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ഇക്കാര്യത്തിൽ അള്ളാഹു
ഒരു വിധി തീർപ്പ് നൽകുന്നത് മറ്റൊരു സന്ദർഭത്തിലാണ് എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായല്ലോ. അപ്പൊ ഇതില് വ്യതിചലനത്തിന്റെയും അതുപോലെ അബദ്ധങ്ങളിൽ അകപ്പെടുന്നതിന്റെയും സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് തന്നെയാണ് ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരേ ഒരു വഴി എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പാണ്ഡിത്യമുള്ള ആളുകൾ തന്നെ, അല്ലെങ്കിൽ പൗരോഹിത്യ സ്വഭാവമുള്ള ആളുകൾ, വലിയ നേതാക്കന്മാരൊക്കെ ആയിരിക്കും അവര്. പക്ഷെ അവർ ഈ ന്യായമാണ് പറയുന്നത്, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവരോട് തേടുന്നത്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്നതൊക്കെയുള്ള സംസാരം. അപ്പൊ ഇങ്ങനെയുള്ള ന്യായങ്ങൾ ആവർത്തിച്ച് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് നോർമലൈസ് ചെയ്യുക എന്ന ഒരു പ്രവണത ഇസ്ലാമിക സമൂഹത്തിൽ ഇത്തരം സംഗതികളെ ന്യായീകരിക്കുന്ന ആളുകൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇതില് അന്വേഷിയായ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള് സംശയത്തിനും അപകടം പതിയിരിക്കാനും ഇടയുള്ള കാര്യങ്ങളെ പൂർണ്ണമായി കയ്യൊഴിയുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ. കാരണം അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ ഔലിയാകളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ, അല്ലെങ്കിൽ അവരും മുഖേന അള്ളാഹുവിലേക്ക് അടുപ്പം നേടാൻ ആഗ്രഹിക്കണമെന്നോ തേടണമെന്നോ വിശുദ്ധ ഖുർആൻ ആരോടും ആവശ്യപ്പെടുന്നില്ലല്ലോ. അതിലടങ്ങിയിരിക്കുന്ന അപകടത്തെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എല്ലായിടങ്ങളിലും. അതുകൊണ്ട് കരുതല് സ്വീകരിക്കാവുന്ന, ജാഗ്രത ഉണ്ടാകാൻ കഴിയുന്ന ഒരു ജാഗ്രത നമുക്ക് കരഗതമാക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്താണ് എന്നത് വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാനെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവയെ ഇബാദത്ത് ചെയ്യുകയുണ്ടായത് അവർ മുഖേന ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ന്യായം അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. ആ നടപടിയെ വിമർശിക്കുന്ന വിധത്തിലാണ് ഇവിടെ കാര്യം പറയുന്നത് എന്നതും പ്രത്യേകമായിട്ട് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയമായിട്ടും ഈ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച ആളുകൾക്കിടയിൽ അള്ളാഹു വിധി തീർപ്പ് നൽകും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, ഏത് കാര്യത്തിലാണോ അവർ ഭിന്നതയിലായിട്ടുണ്ടായിരുന്നത് ആ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി, നിശ്ചയമായിട്ടും അള്ളാഹു ഒരു കാരണവശാലും സന്മാർഗം നൽകുകയില്ല. ആർക്കാണ്? മൻ ഹുവ കാദിബുൻ കഫാർ, വ്യാജത്തിനെ പിന്തുണക്കുന്നവരും അതുപോലെ നന്ദി കെട്ടവരുമായ, നിരന്തരം നിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനായ ഒരാളെ അള്ളാഹു ഒരിക്കലും തന്നെ സന്മാർഗിയാക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കേണ്ടത് കളവ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിനെയാണോ ഞാൻ പിന്തുണക്കുന്നത് എന്നതാണ്. കെദിബിനെ പിന്തുണക്കുന്ന ഒരു നിലപാടുള്ള ആൾക്ക് അള്ളാഹു ഒരിക്കലും തന്നെ ഹിദായത്ത് നൽകുകയില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നിരന്തരമായി ആവർത്തിച്ച് സത്യനിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അതിനുള്ള പല ന്യായങ്ങളും ഒക്കെ അയാൾ കണ്ടെത്തും. ഞാൻ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ടാവും. അങ്ങനെ നിഷേധത്തിനുള്ള സാധ്യതകള് എല്ലാം പ്രയോജനപ്പെടുത്തുന്ന കഫാറായിട്ടും കാദിബായിട്ടും കഴിയുന്ന ഒരാളെ ഒരിക്കലും തന്നെ അള്ളാഹു സന്മാർഗിയാക്കുകയില്ല. അങ്ങനെ ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. അപ്പൊ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് വേണ്ടത് സത്യസന്ധതയാണ്. അയാൾക്ക്
കാദിബാവാൻ പറ്റുകയില്ല. കാദിബായിട്ടാണ് ഒരാൾ കഴിയുന്നതെങ്കിൽ അയാൾക്ക് ഒരിക്കലും തന്നെ അള്ളാഹു ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുകയില്ല. അതുപോലെ കൃതജ്ഞത കാണിക്കുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നതിന് പകരം നന്ദികേട് കൃതജ്ഞത കാണിക്കുന്നവനായിട്ടാണ്, അതുപോലെ സത്യം മൂടി വെക്കുന്ന ഒരു സ്വഭാവമാണ് ഒരാൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് കഫാർ. അത് നിരന്തരമായി ആവർത്തിച്ച് സത്യം മൂടി വെക്കുകയും നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അത് ആവർത്തിച്ച് ചെയ്യുന്ന ഒരാള് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതിയിലൊക്കെ ആയിട്ട് തന്നെ അങ്ങനെ കഴിഞ്ഞ് അയാളുടെ കാലങ്ങൾ കഴിഞ്ഞു പോകും. ഒരിക്കലും തന്നെ അയാൾക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല, അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്താക്കിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ സന്മാർഗ ലബ്ധി എന്നത് അയാളുടെ മനസ്സിന്റെ ഉള്ളില് അയാൾ കാത്തു സൂക്ഷിക്കുന്ന സത്യത്തിനോടുള്ള പ്രതിബദ്ധതയും സ്വന്തം സ്രഷ്ടാവായ റബ്ബിനോടുള്ള കൃതജ്ഞതാ മനോഭാവവുമാണ് എന്നത് ഈ ആയത്തിന്റെ ഈ പ്രയോഗങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഒരാൾക്ക് സന്മാർഗ ലബ്ധി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അയാൾക്ക് കാരണമാവുന്നത് അയാൾ കാണിക്കുന്ന ബുദ്ധിപരമായ സത്യസന്ധതയാണ്, അയാളുടെ കൃതജ്ഞതയുള്ള നിലപാടാണ്. ഈ രണ്ട് സംഗതിയും കളഞ്ഞ് കുളിച്ചിട്ടുള്ള ഒരാള്, കൈമോശം വരുത്തിയിട്ടുള്ള ഒരാള് നിരന്തരമായി കളവിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ സത്യനിഷേധത്തെ ആവർത്തിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാള്, അയാൾക്ക് സന്മാർഗം ലഭിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം അള്ളാഹു സൃഷ്ടിക്കുകയില്ല എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അപ്പൊ നിരന്തരമായിട്ട് ആരെങ്കിലും വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര തന്നെ അള്ളാഹുവിന്റെ കിതാബ് പഠിച്ച ആളായാലും അത് ഉയർത്തിപ്പിടിക്കുന്ന ആളായാലും അത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളായാലും വ്യാജമാണ് അയാളുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതെങ്കിൽ, അതുപോലെ സത്യനിഷേധമാണ് ദൈവ നിഷേധപരമായ കാര്യങ്ങളാണ് അയാളെ സ്വാധീനിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരാൾക്ക് അയാൾ എത്ര തന്നെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ദൈവിക മാർഗദർശനത്തിന് അർഹതയില്ല, അയാൾക്ക് അള്ളാഹു സന്മാർഗം നൽകുകയില്ല എന്നതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന സൂചന. ഈ ആയത്തുകള് നമുക്ക് വളരെ ഗഹനമായ ചിന്ത നമ്മളിൽ നിന്ന് തേടുന്ന വിധത്തിലുള്ള ആയത്തുകളാണ്. നല്ല ശ്രദ്ധയോടുകൂടി, കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി ഓരോരുത്തരുടെയും മാർഗദർശനം ഹിദായത്ത് നഷ്ടപ്പെടാത്ത വിധത്തില് അത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ ജാഗ്രതയോടും കൂടി മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. ആരെങ്കിലും വല്ല വിധത്തിലും വല്ല ഭൗതിക താല്പര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തിൽ ആയാത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ വഞ്ചിതരാക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തില് അള്ളാഹു എല്ലാവർക്കും ബുദ്ധിയും കഴിവും അറിവും ഒക്കെ നേടാനുള്ള അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹക്ക് കണ്ടെത്താനുള്ള പ്രയത്നം, പരിശ്രമം ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവുക എന്നത് മാത്രമാണ് അതിനുള്ള വഴി. അള്ളാഹുവിനോട് സന്മാർഗം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന വലിയ സൂചനയും പാഠവും ഒക്കെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹുദാവന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.